മഞ്ഞിൻ തുള്ളിയായി മംഗളം മൊഴിഞ്ഞ മാത്രയിൽ നെഞ്ചിൽ ചാഞ്ഞുറങ്ങവേ പൂ പൊഴിഞ്ഞു വീണു പാട്ടുകൾ ആരാരോ തേടുന്നു അന്തിനിലാവളിയേ അമ്മാനം മാനത്തെ കനവ് പോലെ പുതു കവിത പോലെ അമ്മുക്കുട്ടി എന്നുള്ള പിടിച്ചോണ്ട് പോയില്ലേ അവരെ ദേ അവിടെ വച്ചാ മോളെ അവര് പിടിച്ചോണ്ട് പോയത്. മോള് പേടിക്കണ്ട, ഇപ്പോ മോളുടെ അച്ഛൻ കൂടെ ഉണ്ടല്ലോ. ഇനി വന്ന അച്ഛൻ നല്ല ഇടി കൊടുക്കുല്ലേ. ഇനി എന്റെ മോൾ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താ അപ്പ കാണാ. ആരാ അച്ഛ അവര്? അറിയില്ല, അച്ഛനവരെ കണ്ടിട്ടില്ലല്ലോ. ആ ആന്റി അച്ഛൻ അറിയോ? ഏതാ ആന്റി? അവിടെ ഒരു ആന്റി ഉണ്ട്, അവർക്ക് കാണണമെന്ന് പറഞ്ഞിട്ടാ എന്നെ പിടിച്ചോണ്ട് പോയത്. അവരച്ഛന്റെ പേരൊക്കെ പറയുന്ന കേട്ടു. അപ്പ ഞാൻ വിചാരിച്ചു അച്ഛൻ അറിയാന്ന്. അച്ഛൻ അറിയില്ലല്ലേ? ഇല്ല. മോള് കണ്ടു ആന്റിയെ? ഇല്ലച്ചാ. ആ അതൊക്കെ പോട്ടെ, അതൊന്നും ഓർത്ത് എന്റെ മോള് പേടിക്കണ്ട. ആരും ഒന്നും ചെയ്യില്ല. എന്റെ പൊന്നുമോളെ ഇനി അച്ഛൻ ആർക്കും വിട്ടുകൊടുക്കില്ല. മോക്ക് വേണ്ടിയല്ലേ അച്ഛൻ ജീവിക്കുന്നത് തന്നെ. വാ. അല്ല, വേണി പോവാനിറങ്ങാ? അതെ. വേണിയുടെ വീട് കുറെ ദൂരെയല്ലേ? അതെ. ബസ് സ്ട്രൈക്ക് ആയ സ്ഥിതിക്ക് എങ്ങനെ പോവാനാ? ഞാനും അതാ ആലോചിക്കുന്നേ. ഇവിടെ അടുത്ത് വേണിയുടെ പരിചയക്കാരോ ബന്ധുക്കളോ ആരെങ്കിലും ഉണ്ടോ? ഇല്ല ഇല്ല മാഗ്രറ്റ്. വേണിക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഇന്ന് എന്റെ റൂം ഷെയർ ചെയ്യാം. എന്റെ റൂമിൽ മറ്റാരുമില്ല. വേണി ഇവിടെ വെയിറ്റ് ചെയ്യേ, ഞാൻ ജേമിനൊന്ന് കണ്ടിട്ട് വരാം. വേണി, സോറി. എനിക്ക് ജിഎംഒ ആയിട്ട് അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെ പോകേണ്ട ആവശ്യമുണ്ട്. വേണി എങ്ങനെയെങ്കിലും സോറി.
ആ എന്താ വേണി? സ്ട്രൈക്ക് ഇതുവരെ തീർന്നില്ല അല്ലേ? ഇല്ലെന്നേ. വേണി ഇപ്പൊ എവിടുന്നാ? ഞാൻ വഴിയിന്നൊരു ബൂത്തിൽ നിന്ന് വിളിക്കാം. എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിലെത്തണമല്ലോ. എനിക്ക് ഇവിടെ പരിചയക്കാരും ഇല്ല. സാറ് ആ വഴിക്കെങ്ങാനും. ആ സമരം കൊണ്ടുണ്ടായ പൊല്ലാപ്പിനിടയിലാണ് ഞാനിപ്പോ. ഇവിടുന്ന് ഇപ്പോഴൊന്നും അനങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. 1-2 വണ്ടി കത്തിക്കലും മറ്റുമൊക്കെ ഉണ്ടായി. ഇന്ന് പോകാൻ പറ്റിയില്ലെങ്കിൽ റെസ്റ്റ് ഹൗസിലോ മറ്റോ ഞാൻ റൂം അറേഞ്ച് ചെയ്ത് തരാം. അയ്യോ, അതൊന്നും വേണ്ട. ആ താനിങ്ങനെ പരിഭ്രമിച്ചാലോ? ഇവിടെ ഗവൺമെന്റ് റെസ്റ്റ് ഹൗസിൽ ഞാൻ വിളിച്ച് പറയാം. താനങ്ങ് ചെന്നാ മതി. ഒന്നും പേടിക്കാനില്ല. അയ്യോ വേണ്ട സർ, പ്ലീസ്. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, താൻ തൻ്റെ ഓഫീസിൽ തന്നെ വെയിറ്റ് ചെയ്യും. കുറച്ച് ലേറ്റ് ആവുന്നേ ഉള്ളൂ, എന്നാലും ഞാൻ വന്ന് പിക്ക് ചെയ്യാം. ഓക്കെ സർ, വളരെ ഉപകാരം. അല്ല, പുതുതായി ജോയിൻ ചെയ്ത കുട്ടിയല്ലേ? അതെ. എന്തു പറ്റി? സമയം ഇത്രയായിട്ട് വീട്ടിൽ പോയില്ലേ? ബസ്സില്ലാത്തോണ്ട് പോവാൻ പറ്റിയില്ല. ഓ, അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലോ. ഇനിയിപ്പോ മോളെന്ത് ചെയ്യും? പരിചയമുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനുണ്ട്, അദ്ദേഹം കൊണ്ട് വിടാന്ന് പറഞ്ഞു. അതുവരെ ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അത് നന്നായി. ഒരു കൂട്ടിന് വേണമെങ്കിൽ ഞാനും ഇരിക്കാം. വേണ്ട, അങ്കിളിന് ബുദ്ധിമുട്ടാവില്ലേ? ഓ, എനിക്കെന്ത് ബുദ്ധിമുട്ട്, മോളിരിക്കെ. ഞാൻ ഇവിടെ നിന്ന് എപ്പോൾ ഇറങ്ങിയാലും വീടെത്തുമ്പോൾ ഒരു നേരമാവും. വഴിക്ക് ചില ജനസേവന പരിപാടികളൊക്കെ ഉണ്ടേ. അതെന്താങ്കിളെ? കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു അനാഥാലയം, പിന്നെ വൃദ്ധന്മാർക്ക് വേണ്ടിയിട്ടൊന്ന്. നല്ല മനസ്സുള്ള ചിലരുടെ സഹായം കൊണ്ട് നടത്തിപ്പോരുന്നതാ. അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഞാനാ. ഇവിടെ നിന്ന് ഇറങ്ങി നേരെ അങ്ങോട്ട് പോവും. അവരിൽ ഒരാളായി കുറേ നേരം അവിടെ ഇരിക്കും. നാളെ നമ്മുടെ അവസ്ഥ എന്താവും അറിയില്ലല്ലോ. എല്ലാം ഒന്ന് പരിചയിച്ചിരിക്കുന്നത് നല്ലതല്ലേ? പരിചയിക്കുന്നതല്ല, ഇതിനൊക്കെ ഇറങ്ങി പുറപ്പെടുന്ന അങ്കിളുടെ നല്ല മനസ്സിനെ പറ്റി ഞാൻ ചിന്തിക്കുന്നത്. ഇക്കാലത്ത് അധികം ആരും ചിന്തിക്കാത്ത വഴിയേ ഇത്. കാലം മാറിയപ്പോ എല്ലാവരും അവനവനിലേക്ക് മാത്രമായി ചുരുങ്ങിപ്പോയി മോളെ. നമ്മുടെ ജീവിതം കൊണ്ട് മറ്റാർക്കെങ്കിലും കൂടി എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകണ്ടേ? സ്വർണ്ണമയൂരം സ്വർണ്ണമയൂരം വേണിച്ചിട്ട് കാണുന്നില്ലല്ലോ ഇതുവരെ. അമ്മേ, കാലത്തും വൈകിട്ട് ഒരു അമ്പലത്തിൽ പോക്ക്. അവക്ക് ജോലി കിട്ടിയെന്ന് പറഞ്ഞ് എന്തൊക്കെ നേർച്ചയെ നിലവിളക്കുക. സ്വന്തം മക്കളായ നമ്മുടെ കാര്യത്തിൽ പോലും ഇത്രയും വെപ്രാളം ഞാൻ കണ്ടിട്ടില്ല. മക്കൾക്ക് നല്ല ജീവിതം ഉണ്ടാക്കി തരേണ്ടത് അച്ഛനമ്മമാരുടെ കടമയാ. ഞാൻ ആരെയും പഴിക്കുന്നില്ലേ? ഇങ്ങനെ സ്വയം കീഴടങ്ങി കൊടുക്കാൻ നിക്കല്ലേ ചേച്ചി. ചോദിച്ചു വാങ്ങേണ്ടത് ചോദിച്ചും പിടിച്ചു വാങ്ങേണ്ടത് പിടിച്ചും തന്നെ വാങ്ങണം. ഈ കാലം അങ്ങനെയാ ചേച്ചി. അമ്മേ, വേണിച്ചിട്ട് ഇതുവരെ കണ്ടില്ലല്ലോ. ചിറ്റ എപ്പോഴാ വരുന്നേ? ഒന്ന് ചിണുങ്ങാതിരിക്കും മോളെ. അവളുടെ ഒരു ചിറ്റ. എന്ന് മുതലാടി നിനക്ക് ഇങ്ങനെ ഒരു ചിറ്റ ഉണ്ടായേ? നക്കാപ്പിച്ച് എന്തെങ്കിലും എറിഞ്ഞു കൊടുക്കാൻ ഒരുത്തി വന്നപ്പോ അവക്ക് നമ്മളെന്ന് വേണ്ട. കുഞ്ഞമ്മ ചീത്തയാ. ഒന്ന് പൊടി കാന്താരി. അച്ഛാ, അച്ഛൻ അച്ഛാ. എന്താ മോളെ? ചിറ്റ ഇതുവരെ കണ്ടില്ലല്ലോ അച്ഛാ. മോൾക്ക് എന്തൊക്കെയോ കൊണ്ടുവരാന്ന് പറഞ്ഞതാ. കൊണ്ടുവരും, മോള് വിഷമിക്കാതെ. ചിറ്റയ്ക്ക് ബസ് കിട്ടി കാണില്ല. അച്ഛൻ പോയിട്ടൊന്ന് അന്വേഷിച്ചിട്ട് വരാം. ഓ, ഓരോരുത്തർക്കും ഇവിടെ എന്ത് താല്പര്യോ? അത് പിന്നെ അങ്ങനെയാണല്ലോ. പുതിയത് പുതിയത് കാണുമ്പോ ഇഷ്ടം അങ്ങോട്ടാണല്ലോ. ത്രിസന്ധ്യയ്ക്ക് നല്ല കാര്യങ്ങൾ ചിന്തിക്കുക, വെറുതെ മനസ്സ് കെടുത്തി കളയണ്ട. ഇതിലപ്പുറം ഇനി എന്ത് കെടാനും കെടുത്താനുമാ?
മോള് വിഷമിക്കണ്ട, അച്ഛൻ പോയിട്ട് വരാം. അല്ല, ഗോവനിത് എങ്ങോട്ടാ? പുറത്തേക്കൊന്ന് പോവാ. വേണി ഇതുവരെ കണ്ടില്ല. ബസ് സ്ട്രൈക്ക് ആയതുകൊണ്ട് എങ്ങനെ വരുമെന്ന് അറിയില്ല. അത് പറയാനാ ഞാൻ വന്നത്. വേണി വിളിച്ചിരുന്നു. ബസ്സും വണ്ടിയൊന്നും ഇല്ലാത്തോണ്ട് കുറച്ച് താമസിക്കുമെന്ന് പറഞ്ഞു. ആ നന്ദഗോപൻ സാറ് അവളെ ഇങ്ങ് എത്തിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അന്നേരം എന്നെ വിളിക്കാൻ തോന്നിയത് നന്നായി. ഇല്ലെങ്കിലേ അവളെ കാൽക്കീഴിലിട്ട് ഞെരിക്കാൻ കിട്ടിയ അവസരം വെറുതെ പാഴായേനെ. അത് പിന്നെ ഒരു കമ്പനിയുടെ തലപ്പത്തിരിക്കുമ്പോ ഇങ്ങനെ ചില പ്രൊസീജിയറൊക്കെ നോക്കിയേ പറ്റൂ. പിന്നെ പ്രൊസീജിയർ, എന്ത് പ്രൊസീജിയർ ചേട്ടാ? നമ്മുടെ കാര്യങ്ങൾക്ക് പ്രമുഖ സ്ഥാനം, പിന്നെ മതി കമ്പനി കാര്യങ്ങളൊക്കെ. പുറത്തു നിൽക്കുന്ന നിനക്ക് എന്തും പറയാം. ആ സീറ്റിലിരിക്കുമ്പോൾ അറിയാം അതിൻ്റെ ബുദ്ധിമുട്ട്. പിന്നെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കമ്പനിയെ നശിപ്പിച്ച് കളയാൻ പറ്റുമോ? MRC ഗ്രൂപ്പ് സ്ഥാപനങ്ങളുടെ മാനേജർ മാത്രമാണ് ഇപ്പം ഞാനെങ്കിലും നാളെ ഇതെല്ലാം വന്നു തരേണ്ടത് ഇങ്ങോട്ട് തന്നെ അല്ലേ? അല്ലേ അമ്മേ? അത് ശരിയാ. എന്ന് വെച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ മാറ്റിവെക്കുന്നതിൽ അർത്ഥമില്ല. ഗിൽബർട്ട് മടങ്ങി വന്ന സ്ഥിതിക്ക് അല്പം മങ്ങിക്കിടന്ന മയക്കുമരുന്ന് ബിസിനസ് ഒന്ന് സജീവമാക്കി എടുക്കണം. അവന്റെ ജീവൻ കാക്കാനും പിന്നെ ശിക്ഷ ലഘൂകരിക്കാനും ചെലവാക്കിയ ലക്ഷങ്ങളുടെ കണക്ക് നിനക്കറിയാലോ. അവൻ വഴി തന്നെ അതൊക്കെ തിരിവുണ്ടാവണം. അവനതുണ്ടാക്കിയേ പറ്റൂ. പറയാം. എന്താ നിന്റെ വാക്കിനൊരു ഉറപ്പില്ലായ്മ? നീ അവനെ ഇങ്ങോട്ട് വിളിക്ക. അവൻ ഒരിക്കലും മറക്കാത്ത തരത്തിൽ ഞാൻ പറയാം. വേണ്ടമ്മേ, ഞങ്ങൾ പറഞ്ഞോളാം. പിന്നെ കൃഷ്ണവേണി ലോകം നന്നാക്കാൻ ഇറങ്ങിയ പാവം. അവളൊരുത്തി വിചാരിച്ചാൽ ഈ ലോകം ഒരിക്കലും നന്നാവില്ലെന്ന് അവളെ ബോധ്യപ്പെടുത്തണം. അവളുടെ ബുദ്ധി സാമർഥ്യമൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റിയാൽ അതൊരു മുതൽക്കൂട്ടാവും. അത് നടക്കുമെന്ന് തോന്നുന്നില്ലമ്മേ. അവള് ഇരുതലമൂർച്ചയുള്ള വാള എടുത്തുപയോഗിക്കുന്നത് വളരെ സൂക്ഷിച്ചു വേണം. ഇല്ലെങ്കിൽ സ്വന്തം കഴുത്ത് പോകുന്ന എപ്പോഴാണെന്നറിയില്ല. ചിരിച്ചും കുഴഞ്ഞാടിയും കൂടെ നിർത്തേണ്ടത് മൂന്നാം കിടക്കാരികളെ അല്ല, ഇതുപോലത്തെ ഒന്നാം കിടക്കാരികളെ ആയിരിക്കണം. ഒരു നിമിഷം മതി കാൽ ചുവട്ടിലെ മണ്ണ് തിരയെടുത്തു പോകാൻ. നിലതെറ്റി വീണാൽ പിന്നെ ഒരു രക്ഷയും കാണില്ല. അമ്മ പേടിക്കുന്ന പോലൊന്നും ഉണ്ടാവില്ല. കാര്യങ്ങളൊക്കെ ഞാൻ വളരെ തന്ത്രപരമായിട്ടാ ചെയ്യുന്നത്. അത് നിന്റെ വിശ്വാസം. പക്ഷേ അമ്മാവന്റെ വിശ്വസ്തനാവാൻ നിനക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നിനക്ക് തന്നെ അറിയില്ലല്ലേ? എന്നെ കണ്ടുപിടിക്ക്. ചേച്ചിന്ന് അവൻ എന്നെ മുഴുവൻ വിളിക്കില്ല. ഞാൻ പറയുന്നതിനപ്പുറം അവന് മറ്റൊന്നുമില്ല. ഈ ചേച്ചി ജീവിക്കുന്ന തന്നെ അവന് വേണ്ടിയിട്ടാണ് അവന്റെ വിശ്വാസം. അതൊരിക്കലും തെറ്റില്ല. അവൻ ഒരിക്കലും വിവാഹം കഴിക്കേയില്ല. ഒരു വല്ലാത്ത തലവിധിയായി പോയല്ലോ മോളെ നിന്റെ അച്ഛൻ്റേത്. മാതൃകാധ്യാപകന്റെ മെഡൽ വാങ്ങിയ മനുഷ്യൻ ഇത്രയൊക്കെ മനസ്സിലിട്ട് നീട്ടുന്ന ഒരാളാണ് നീയെന്ന് ഞാൻ അറിഞ്ഞില്ല. ആശ്വസിക്ക്, ഈശ്വരൻ നല്ലതേ വരുത്തൂ. അങ്ങനെ സമാധാനിക്കുക. ഇത്തരം പരീക്ഷണങ്ങളിലൂടെ നമ്മുടെ മുജ്ജമ്മ പാപങ്ങളിൽ നിന്ന് പോലും ഈശ്വരൻ നമ്മെ ശുദ്ധീകരിക്കുകയാണെന്ന് വിചാരിച്ചാൽ മതി. ഞാനും അങ്ങനെ സമാധാനിക്കണങ്ങളെ. എല്ലാറ്റിനും ഒരു വഴി തെളിയുമായിരിക്കും. സമയം വൈകിയല്ലോ. ഇതുവരെ സാറിനെ കണ്ടില്ലല്ലോ.
അങ്കിൾ ഇതാ ഞാൻ പറഞ്ഞ നന്ദഗോപൻ സർ. ഹലോ. സർ ഇത് ഇവിടുത്തെ ഓഫീസ് സ്റ്റാഫാ. മോൾ ഒറ്റയ്ക്കിരുന്നപ്പോ കൂട്ടിരുന്നതാ. സാറും കയറിക്കോളൂ. എവിടെയാച്ചാ ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട, ഓഫീസ് കൂട്ടി താക്കോൽ സെക്യൂരിറ്റി ഏൽപ്പിക്കണം. നിങ്ങൾ വയ്ക്കോ? മാത്രമല്ല ഞാൻ നടന്നു വയ്ക്കോളാം. അതാ എൻ്റെ ഒരു ശീലം. ഓക്കെ. ശരി അങ്കിൾ. ആ. താങ്ക് യു. സ്വർണ്ണമയൂരം സ്വർണ്ണമയൂരം സർ, ഇത് ഇന്ദുന്റെ ഹസ്ബൻഡ് ഗോപൻ. ഇപ്പൊ സമാധാനമല്ലോ? എങ്ങനെയാ നന്ദി പറയണ്ടേന്നറിയില്ല. ഹേയ്, അതിന്റെ ഒന്നും കാര്യമില്ല. എന്നാ ഞാൻ വരട്ടെ. എന്നാ ശരി. വേണിയെ കാണാതെ അമ്മ ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയായിരുന്നു. ബസ് സ്ട്രൈക്കിന്റെ കാര്യമൊന്നും നമ്മുടെ തലേ കയറില്ലല്ലോ. നാളെ വെളുപ്പിന് ഏതോ അമ്പലത്തിൽ ഭജനിക്കാൻ പോകണമെന്ന് പറഞ്ഞിരുന്നല്ലോ. അതുകൊണ്ട് ഞാൻ പോയി കിടന്നോളം പറഞ്ഞു. ആ നന്ദഗോപൻ സാർ നല്ലൊരു മനുഷ്യനായതുകൊണ്ടാ ഇപ്പോഴെങ്കിലും ഇവിടെ എത്താൻ പറ്റിയത്. ആദ്യമായി ജോലിക്ക് പോയ ദിവസം കൊള്ളാല്ലേ? തുടക്കം മുതലേ പരീക്ഷണങ്ങളാ. അല്ലെങ്കിലും അതെ, എന്നും ജീവിതത്തിൽ എനിക്ക് പരീക്ഷണങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. അതൊക്കെ അതിജീവിക്കാൻ വളരെ സമർത്ഥയാണല്ലോ. 1-2 ദിവസം ഞാൻ എന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയപ്പോ എന്നോടെന്തായിരുന്നു എല്ലാവരുടെയും കുതിര കയറ്റം. എന്നിട്ട് മറ്റുള്ളവർക്ക് എന്തോ ആവാം. ഞാൻ കണ്ണി കണ്ടവന്റെ കൂടെ ബൈക്കിൽ കറങ്ങുന്നു എന്ന് പറഞ്ഞ് എന്നിട്ട് ചടിച്ചു. എന്നിട്ടിപ്പോ പോലീസ് ജീപ്പിലല്ലേ സവാരി. പോലീസ് ആവുമ്പോ ആരും പേടിക്കണ്ടല്ലോ. അച്ഛൻ കൊലപാതകയായി ജയിലിൽ പോയാലെന്താ? അതിന്റെ ഗുണം കിട്ടിയില്ലേ മോക്ക്? പോലീസുകാരോടല്ലേ ഇപ്പൊ ചങ്ങാത്തം. നന്ദിനി, നീ ഒന്നും ഉണ്ടായിരിക്കേ. പാതിരയ്ക്ക് വെറുതെ അനാവശ്യങ്ങൾ വിളിച്ചു പറഞ്ഞ് ആളുകൾ ഉണർത്തണ്ട. ആരും എന്റെ നാവ് അടയ്ക്കണ്ട. അറിയാൻ നല്ലോണം രണ്ടാളെ. പറ്റിയ കൂട്ടാ. അവള് പറഞ്ഞൊന്നും വേണി കാര്യാക്കണ്ട. വേണിക്ക് അവളുടെ സ്വഭാവം നന്നായിട്ട് അറിയാലോ. അത് വെച്ച് അവൾ മറ്റുള്ളവരെ കാണും. ആരെങ്ങനെ കണ്ടാലും ഞാനത് കാര്യമാക്കുന്നില്ല. എന്നെക്കുറിച്ച് എനിക്കറിയാലോ. സ്വന്തം മനസാക്ഷിയെ വഞ്ചിച്ചാലേ മറ്റുള്ളവരെ പേടിക്കേണ്ടതുള്ളൂ. ഞാൻ വെറുതെ ഓരോന്ന് പറഞ്ഞ് ഗോപന്റെ ഉറക്കം കളയുന്നില്ല. ചേച്ചി അതിന് വല്ല ലോകം അറിയുന്നുണ്ടോ? സുഖായി കൂർക്കം വലിച്ചുറങ്ങായിരുന്നില്ലേ? എന്തായിരുന്നു ഇന്നലെ രാത്രിയിൽ ഇവിടെ? പോലീസ് വണ്ടിയിലല്ലേ അകത്തമ്മയുടെ എഴുന്നള്ളത്ത്? എതിരേൽക്കാൻ ചേച്ചിയുടെ ഗോവേട്ടനും. അല്ല, ഞാൻ അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്ക, ആ പോലീസുകാരനെന്താ ഇവരോട് ഇത്ര സ്നേഹം? ഇന്നിപ്പോ സർക്കിളാ, ഇനി നാളെ ചിലപ്പോ DIGയും കമ്മീഷണറും ഒക്കെ ആവും. കണ്ട ഇത്ര നല്ല പതിവ്രത വേറെ ഇല്ല. പക്ഷെ പിടിക്കുന്നതൊക്കെ വലിയ വലിയ പുളിങ്കൊമ്പിലാ. അവരിത്രയ്ക്ക് വഷളാണെന്ന് ഞാൻ വിചാരിച്ചില്ല. നമ്മളും ദിവസം വഴി കൂടെ പോവുകയും വരികയും ചെയ്യുന്നില്ലേ? എന്നിട്ട് നമ്മളോട് സ്നേഹം കാണിക്കാൻ ഒരു പോലീസുകാരനും വരുന്നില്ലല്ലോ. ആ, അതൊക്കെ ഓരോരുത്തരുടെ മിടുക്ക് പോലെ ഇരിക്കും. മാനം മര്യാദയായിട്ട് നടക്കുന്നവരാണെങ്കിലേ ഒരുത്തനും വരില്ലേ പുറകെ. അല്ലേ ചേച്ചി, ഈ വലിഞ്ഞേറി വരുന്നവരൊക്കെ ഇവിടെ അടിഞ്ഞുവിടുന്ന എന്തിനാ? ഒന്നിനെ പൊറുതി മടുത്തപ്പോ വന്നിരിക്കുക വേറൊന്ന്. ഒരു ഭർത്താവ് ഉദ്യോഗസ്ഥൻ.